4-5 മാസത്തെ റെന്റ് ഇയാൾ കൊടുത്തിട്ടില്ല എന്ന് പറയാണ്. അവിടുന്ന് എനിക്ക് കിട്ടിയ ഒരു വിവരം എന്ന് പറയുന്നത് ഈ വ്യക്തി എത്രയോ മാസങ്ങളായിട്ട് ആ ഒരു കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഞാൻ കംപ്ലീറ്റ്ലി ബ്ലാസ്റ്റ് ആവുമായിരുന്നു. അന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. മാസം പകുതി ജസ്റ്റ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഒക്കെ സീറോയിൽ നിൽക്കുകയാണ്. അത് രാവിലെ ഞാൻ ഓഫീസിൽ പോകുന്ന വഴിക്ക് ബസ്സിലിരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. എനിക്ക് സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടായിട്ടും എൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ പോലും എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തൊരവസ്ഥ. അച്ഛൻ്റെ മുന്നിലിരിക്കെ അവരെൻ്റെ അടുത്ത് ചോദിച്ചു, ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്താ വേറെ കല്യാണം കഴിക്കാനാണോ? സത്യത്തിൽ അതൊരു ഇൻസൾട്ട് ആയിരുന്നു. പക്ഷേ അത് കേട്ട സമയത്ത് എനിക്ക് അവരോട് ദേഷ്യമോ വെറുപ്പോ സങ്കടമോ ഒന്നുമല്ല തോന്നിയത്. മനസ്സിൽ ഞാൻ ചിരിച്ചുപോയി. കാരണം എൻ്റെ അത്ര വർഷത്തൊരു അവസ്ഥ ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ അടുത്തായിരുന്നു. അവർക്ക് എൻ്റെ അവസ്ഥയെ പറ്റിയിട്ട് ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ആ വാക്കുകൾ കൂടെ എനിക്ക് മനസ്സിലായി. എൻ്റെ പേര് ഗോപിക കുറുപ്പ്, സ്വദേശം കാലിക്കറ്റ്. പക്ഷെ വർഷങ്ങളായിട്ട് ഞാൻ ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. ചില ആളുകൾക്കെങ്കിലും എൻ്റെ വോയിസ് ഫെമിലിയർ ആയിരിക്കും. ഞാനൊരു സൈക്കിക് ടാരോ ട്രീഡറാണ്, ലൈഫ് ആൻഡ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ചാണ്. ഒരു വർഷം മുൻപ് വരെ ഇൻഫോസിസ് എംപ്ലോയി ആയിരുന്നു. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ എൻ്റെ കോർപ്പറേറ്റ് ജോബിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്ത് എൻ്റെ പാഷനിലേക്കും സൈക്കോളജിയിലുള്ള ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. എൻ്റെ വളരെ ചെറുപ്പം മുതലേ ഉള്ള ഒരു ആഗ്രഹം ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആവുക എന്നുള്ളതായിരുന്നു. ആ വാക്കിൻ്റെ ഒരു ഇൻറ്റൻസ് ഒന്നും അറിയാത്തൊരു പ്രായത്തിലാണ് എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം വരുന്നത്. മേ ബി അതിൻ്റെ ഒരു ഇന്നർ പാഷൻ ആയിരിക്കാം. അതിലേക്ക് നമ്മൾക്ക് വരാം. നമ്മുടെ സൊസൈറ്റിയിൽ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് കല്യാണത്തിന് ശേഷം ഭർത്താവ് ഭാര്യയുടെ ഓർണമെന്റ്സ് എടുക്കുന്നു, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്നു, സ്വന്തം ഇഷ്ടപ്രകാരം അത് കൈകാര്യം ചെയ്യുന്നു, പിന്നീട് അതൊരിക്കലും തിരിച്ചു കിട്ടാത്ത അവസ്ഥ. ജോലിക്ക് പോവാത്ത ഹസ്ബൻഡ് ഓർ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ഉണ്ടാവുന്ന സമയത്ത് ഒരു സ്ത്രീ ഒരു കുടുംബത്തിലെ ബാധ്യതകൾ മൊത്തം ഏറ്റെടുക്കേണ്ട അവസ്ഥ. ഇങ്ങനത്തെ സ്ത്രീകൾ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാടുണ്ട് അല്ലെ? നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ട്. അതൊന്നുകിൽ നമ്മളായിരിക്കാം, നമ്മുടെ ഫാമിലിയിൽ അങ്ങനത്തെ ഒരു സ്ത്രീ ഉണ്ടായിരിക്കണം, അറ്റ്ലീസ്റ്റ് നമ്മുടെ പരിചയത്തിലെങ്കിലും അങ്ങനത്തെ ഒരു സ്ത്രീ ഉണ്ടായിരിക്കണം. പക്ഷെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ, സഹായിക്കേണ്ട ആളുകൾ ഉണ്ടായിട്ട് പോലും ഒരു കുടുംബത്തിൽ ഒരു ആണ് ചെയ്യേണ്ടതും പെണ്ണ് ചെയ്യേണ്ടതുമായിട്ടുള്ള സകല റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ആളുകൾ പോലും അത് മനസ്സിലാക്കാതെ വരുന്ന സമയത്ത് എത്ര കേപ്പബിൾ ആയിട്ടുള്ള ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ പോലും അവർ പോകുന്ന ഒരു മാനസികാവസ്ഥ, ജീവിതത്തിനോടുള്ള ഒരു ഫ്രസ്ട്രേഷൻ, ഇൻസെക്യൂരിറ്റീസ്, ആ ഒരു നിസ്സഹായമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിന്റെ വിക്ടിം ആയിരുന്നു. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടം, ഏറ്റവും വലിയൊരു ലെസൺ എൻ്റെ ദാമ്പത്യ ജീവിതമായിരുന്നു. MBA കഴിഞ്ഞ് പെട്ടെന്ന് എനിക്ക് ബാംഗ്ലൂർ ഇൻഫോസിസിൽ ജോബ് കിട്ടുന്നു. ആൻഡ് പെട്ടെന്ന് തന്നെയാണ് എൻ്റെ മാരേജിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാവുന്നത്. കല്യാണത്തിന് മുൻപേ എനിക്ക് പരിചയമുള്ള വ്യക്തി, 2 വീട്ടുകാരും ആലോചിച്ചുറപ്പിച്ച ആ ഒരു വിവാഹം നടത്തുകയാണ്. ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള എൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് എനിക്കൊട്ടും സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല. ഞങ്ങൾ 2 പേരും ആ ഒരു സമയത്ത് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു. സോ 2 ആളുടെ ഒരു സാലറി വെച്ചിട്ട് ബാംഗ്ലൂർ പോലത്തെ ഒരു സിറ്റിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു ഫാമിലി റൺ ചെയ്ത് പോകാന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നീട് ഞങ്ങൾക്ക് 2 പേർക്കും ഫാമിലിയുടെ വലിയൊരു ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഹസ്ബൻഡ് ബാംഗ്ലൂരിലേക്ക് പോകുന്നു. ഞാൻ അവരുടെ ഫാമിലിയുടെ കൂടെ കുറച്ചുകൂടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഒരു ദാമ്പത്യ ജീവിതം വളരെ പ്രതീക്ഷയോടുകൂടി വളരെ സന്തോഷത്തോടു കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ഹസ്ബൻഡ് തന്നെ എല്ലാ ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റിയും എടുക്കണം എന്നുള്ളത് എനിക്ക് യാതൊരു നിർബന്ധവും ഉണ്ടായിരുന്നില്ല. കാരണം ഞാനും ഏൺ ചെയ്യുന്നതാണ്. സോ റെൻ്റ് ഉൾപ്പെടെ സകല റെസ്പോൺസിബിലിറ്റിയും ഞങ്ങൾ ഈക്വലായിട്ട് ഷെയർ ചെയ്യാന്നുള്ളൊരു പ്ലാനിങ്ങിലേക്കൊക്കെ വരുന്നു. അങ്ങനെ സന്തോഷത്തോടെ ആ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത്, ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഒരു ഉത്തമയായിട്ടുള്ളൊരു ഭാര്യനെയാണ് ഞാൻ കാണുന്നത്, ഉത്തമയായിട്ടുള്ളൊരു സ്ത്രീ. എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം, എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് എനിക്ക് വലിയ നിർബന്ധമായിട്ടുള്ള കാര്യമായിരുന്നു. ഞാനത് വളരെ സന്തോഷത്തോട് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി ആളുടെ ഒരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള നേച്ചർ. പല കാര്യത്തിനും ആളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഇല്ലാതാവുന്നു. പലപ്പോഴും ഞാൻ ചോദിക്കേണ്ട അവസ്ഥ വരികയാണ്, വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരികയാണ്. വെയിറ്റ് ചെയ്തിട്ട് കിട്ടാതെ വരുന്ന സമയത്ത് അവസാനം ഞാൻ തന്നെ മാനേജ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് വരികയാണ്. കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുകയാണ് ആളുടെ ഒരു ഇറസ്പോൺസിബിൾ നേച്ചർ. പല കാര്യങ്ങളും എനിക്ക് അയാളുടെ അടുത്ത് ചോദിക്കേണ്ടി വരികയാണ്, വെയിറ്റ് ചെയ്യേണ്ടി വരികയാണ്. വെയിറ്റ് ചെയ്ത് കിട്ടാതെ വരുന്ന സമയത്ത് ഞാൻ തന്നെ മാനേജ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരികയാണ്. അപ്പോഴൊക്കെ ഞാൻ ഓർത്തത് ഞങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ആ ഒരു സമയത്ത് ഞാൻ ഇതിനെ പറ്റിയിട്ട് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നില്ല. ഞാൻ മാസം അയാൾക്ക് റെൻറ്റിൻ്റെ പകുതി ആൾക്ക് അയച്ചു കൊടുക്കുന്നു. കാരണം അയാളാണ് ഹൗസ് ഓണറായിട്ട് റെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്. സോ അവിടെ അത് പ്രോപ്പറായിട്ട് പോകുന്നു എന്നുള്ള ഒരു വിശ്വാസവും എനിക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് 1-2 മാസം കഴിയുന്ന സമയത്താണ് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ
ഏറ്റവും വലിയൊരു വിള്ളൽ ഉണ്ടാവുന്നത്. ആ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിന്റെ ആ ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ ഫ്ലോ ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് 1-2 മാസം കഴിയുന്ന സമയത്ത് ഞാൻ നോട്ടീസ് ചെയ്യണ്ടായി, ഞാൻ വിവാഹ സമയത്ത് ആൾക്ക് ഇട്ടുകൊടുത്തിട്ടുള്ള മാല അയാളുടെ കഴുത്തിൽ ഉണ്ടാവുന്നില്ല. അപ്പം ഞാൻ ചോദിക്കുകയാണ് ഇതിനെന്തു പറ്റി. ആദ്യം ഒന്നും എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടുന്നില്ല. പിന്നീട് ആ വ്യക്തി പറയുന്നു അത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യം വന്ന സമയത്ത് എടുത്തു എന്ന് പറഞ്ഞു. അതെനിക്ക് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്നെ വളരെ നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തി, ഞാൻ ഇത് ഒരുപാട് ഇമോഷണൽ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഏതൊരു വ്യക്തിയും കല്യാണത്തിന് ശേഷം വേറെ എന്തൊക്കെ പോയാലും നമ്മൾ ഇട്ട് കൊടുക്കുന്ന, നമുക്ക് ഇട്ട് തരുന്ന താലി, മാല, മോതിരം, അതൊക്കെ ലൈഫ് ലോങ് നമ്മൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഷോക്കാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് എൻ്റെ തലയിൽ ഇങ്ങനെ പോവാണ്. എന്തിനെ ഈ വ്യക്തി ഇത് ചെയ്തു, എന്തിനെ എൻ്റെ അടുത്ത് ഹൈഡ് ചെയ്തു? കാരണം എൻ്റെ അടുത്ത് എല്ലാം ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആ വ്യക്തിക്ക് എൻ്റെ അടുത്തുണ്ട് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഇത് എവിടെ പോയി, എന്തായി എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് വരികയാണ്. ആൻഡ് മോർ ഓവർ എനിക്ക് ആ വ്യക്തിയുടെ മേലുള്ള ഒരു ട്രസ്റ്റ് ഇല്ലാതാവുന്നതിൻ്റെ കൂടെ തന്നെ സംഭവിച്ചത്, എനിക്ക് പിന്നീട് ആ ഒരു വ്യക്തിയെ എൻ്റെ ഹസ്ബൻഡ് എന്നുള്ള ഒരു ഇൻറ്റിമസിയിലേക്ക് വരാൻ സാധിക്കുന്നില്ല. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് എന്നുള്ള ഒരു സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു ഫീലിങ്സ്, ആ ഒരു പ്രൊട്ടക്ഷൻ പിന്നീട് എനിക്ക് ആ വ്യക്തിയിൽ ഉണ്ടാവുന്നില്ല. സോ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു, ആ മാല എടുക്കൂ, എന്നിട്ട് നമുക്ക് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറയാണ്. അങ്ങനെ 1-2 മാസം കഴിയുന്നു. ഇതിനെ പറ്റിയിട്ടുള്ള സംസാരങ്ങൾ വീട്ടിലുണ്ടാവുന്നു. പലപ്പോഴും ആ വ്യക്തി എന്നെ ബ്ലെയിം ചെയ്യാണ്. നിനക്ക് ഗോൾഡാണ്, നിനക്ക് ക്യാഷ് ആണ് വലുത്, അതിനെക്കാട്ടി വലുതാണ് സ്നേഹം എന്ന് പറയുന്ന സമയത്ത് ഞാൻ തന്നെ ചിന്തിക്കുകയാണ്, ഞാൻ ചിന്തിക്കുന്നത് തെറ്റാണോ, ഞാൻ എടുത്തിട്ടുള്ള തീരുമാനം തെറ്റാണോ? പിന്നീട് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, എൻ്റെ ഈ ഒരു ഡിസിഷൻ, എനിക്ക് ഈ വ്യക്തിയോട് തോന്നുന്ന ഒരു ഡിസ്റ്റൻസ് ഞങ്ങളുടെ മാരേജ് ലൈഫിൽ വലിയൊരു പ്രോബ്ലം ആയിട്ട് വരികയാണോ എന്നുള്ളത്. ഞാൻ ഓരോന്ന് സ്വയം കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ വീണ്ടും ഈ വ്യക്തിയോട് ഇതിനെ പറ്റിയിട്ട് ചോദിക്കുകയാണ്, എന്താണ് ചെയ്തതെന്ന് ചോദിക്കുന്നു. ഈ വ്യക്തി പറയുന്നത് പ്ലെഡ്ജ് ചെയ്തു എന്ന് പറയുന്നു. എത്ര എമൗണ്ടിന് വെച്ചെന്ന് ചോദിച്ചപ്പോൾ ഇത്ര എമൗണ്ട് എന്ന് പറയുന്നു. ആ ഒരു സമയത്ത് ഞാനും ജോബ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ടൈമാണ്. എനിക്ക് മാത്രമൊരു ക്യാഷ് ആൾക്ക് കൊടുത്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ എൻ്റെ സാലറിയിൽ നിന്ന് എൻ്റെ പേഴ്സണൽ ലോൺ എടുക്കുകയാണ്. 1.5 വർഷത്തേക്ക് അയാൾ പറഞ്ഞ അത്രയും എമൗണ്ട് ഞാൻ അയാൾക്ക് എടുത്ത് കൊടുക്കുകയാണ്. ഞാൻ ഈ ക്യാഷ് ആൾക്ക് കൊടുക്കുന്നു. അത് കിട്ടിയ സമയത്ത് ആൾ വളരെ ഇമോഷണൽ ആവുന്നു, സോറി പറയുന്നു, വളരെ സെന്റിമെന്റൽ ആവുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമാണ് തോന്നിയത്. ആ ഒരു നഷ്ടങ്ങളോ ഇയാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തതോ സ്ലോലി എനിക്ക് സിറ്റുവേഷൻസ് കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കുകയാണ്. കാരണം നമുക്കൊരു തെറ്റ് പറ്റിയിട്ട് അത് റിയലൈസ് ചെയ്യാന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. സോ എനിക്ക് വളരെ സന്തോഷമായി. അന്ന് വൈകിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കാരണം ഞാൻ വീണ്ടും ആ ഒരു ബാക്കിയെല്ലാ കാര്യങ്ങളും വിട്ട് ആ വ്യക്തിയുമായിട്ട് വീണ്ടും പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിട്ട് വരികയാണ്. അന്ന് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഞാനിരിക്കുകയാണ്. ആ വ്യക്തി വീട്ടിൽ വന്നു. ഞാൻ ചോദിച്ചു, മാല എവിടെ? വരും, എടുക്കും എന്നായിരുന്നു എനിക്ക് മറുപടി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 1 ദിവസം കഴിയുന്നു, 2 ദിവസം കഴിയുന്നു, ആഴ്ചകൾ കഴിയുന്നു, മാസങ്ങൾ കഴിയുന്നു, വർഷങ്ങൾ കഴിയുന്നു. ഈ നിമിഷം വരെ ആ ഗോൾഡിന് എന്ത് സംഭവിച്ചു, ഞാൻ കൊടുത്തിട്ടുള്ള ക്യാഷ് എവിടെയാണ് പോയെന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് അതിനുള്ളൊരു പ്രോപ്പർ ആൻസർ കിട്ടുന്നില്ല. പിന്നീട് ഞങ്ങളുടെ ആ ഒരു കുടുംബത്തിൽ ആ ഒരു സമാധാനം ഇല്ലാതാവാണ്. പലപ്പോഴും ഇതിനെ പറ്റിയിട്ട് സംസാരങ്ങൾ ഉണ്ടാവുകയാണ്, വഴക്കുകൾ ഉണ്ടാവുകയാണ്. എൻ്റെ സ്വഭാവത്തിലും എൻ്റെ മൂഡ് സ്വിങ്സ് എനിക്ക് വരാൻ തുടങ്ങി. സന്തോഷമായിട്ടിരിക്കുന്ന ആ ഒരു സെക്കൻഡ്സിലായിരിക്കും എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരിക. അങ്ങനെ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ സമയത്ത് ഇതേ കാര്യം എൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ അയാൾ വീണ്ടും ചെയ്യുകയാണ്. ഞാൻ അവരുടെ പാരൻസിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. അവരുടെ അറിവിലും ഇയാൾക്ക് ഇത്ര ഒരു ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തതായിട്ടാണ് ഞാൻ അറിയുന്നത്. പിന്നീട് ആസ് യൂഷ്വൽ അവരുടെ പാരൻസ് പറയാം ആ ഒരു സിറ്റുവേഷൻ കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കാര്യം ഞാൻ എൻ്റെ വീട്ടിലോ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾക്ക് ഒന്നും അറിയുന്നില്ല, ഞാൻ ആരുടെ അടുത്തും പറയുന്നില്ല. അങ്ങനെ തിരിച്ച് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവാണ്. ആ ഒരു സമയത്ത് എൻ്റെ ഫാദറിലോ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും, മാറ്റമില്ലാത്തത് മാറ്റങ്ങൾക്ക് മാത്രമാണത്രേ. അപ്പം എൻ്റെ ഉള്ളിൽ ആ ഒരു ശുഭാപ്തി വിശ്വാസക്കാരി, ഒക്കെ ഈ ഒരു സിറ്റുവേഷനൊക്കെ ചേഞ്ച് ആവും, അയാൾക്കൊരു മാറ്റം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ സ്ട്രോങ് ഇൻറ്റ്യൂഷൻ എൻ്റെ അടുത്ത് പറയുന്നത്, ഇനി ട്രസ്റ്റ് ചെയ്യരുത്, യു നീഡ് ടു കം ഔട്ട് ഓഫ് ദ സിറ്റുവേഷൻ എന്നുള്ളതായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു റിയാലിറ്റിയും എനിക്ക് എൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജും എനിക്ക് ട്രസ്റ്റ് എന്താണ് ഞാൻ വിശ്വസിക്കേണ്ടതെന്ന് അറിയാത്തൊരു സിറ്റുവേഷനിൽ ഞാൻ പോവുകയാണ്. അങ്ങനെ 1-2 മാസം കഴിയുന്നു. ആസ് യൂഷ്വൽ ഞാൻ എല്ലാ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് വരികയാണ്. മറ്റുള്ള ആളുകളുടെ മുന്നിൽ ഞങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിലും സന്തോഷമായിട്ട് കാണുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻറ്റിമസിയിലേക്ക് വരാൻ എനിക്ക് ആ വ്യക്തിയുമായിട്ട് ഒരു രീതിയിലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് വരികയാണ്. 1-2 മാസം കഴിഞ്ഞ സമയത്ത് എൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്.
എൻ്റെ ഹൗസ് ഓണർ ആണ്. ആദ്യമായിട്ടാണ് എൻ്റെ ഹൗസ് ഓണർ എന്നെ വിളിക്കുന്നത്. റെന്റിന്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ഹസ്ബൻഡ് ആയിരുന്നു. സോ ഓണർ എൻ്റെ അടുത്ത് പറയുന്നു, എന്താണ് ഇയാളുടെ പ്രശ്നം, ഇയാൾ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ, 4-5 മാസത്തെ റെന്റ് ഇയാൾ കൊടുത്തിട്ടില്ല എന്ന് പറയാണ്. ഞാൻ അന്ന് ഓഫീസ് വിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഞാൻ ആകെ ഒരു വടി പോലെ നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല, ഇയാൾ എന്താന്നുള്ളത് എനിക്ക് അറിയുന്നില്ല. ആ ഒരു റെസ്പോൺസിബിലിറ്റി വീണ്ടും അവിടെ കൂടെയാണ്. 4-5 മാസത്തെ റെന്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആണ്. ഇത് എന്താണ് ഞാൻ ചെയ്യേണ്ടതൊന്നും എനിക്കറിയുന്നില്ല. ആൻഡ് എല്ലാ മാസവും ഞാൻ റെന്റിന്റെ പകുതി അയാൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇതെന്താ ചെയ്യുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു സ്ട്രോങ് ഇൻറ്റ്യൂഷൻ തോന്നിയത്, എൻ്റെ മനസ്സ് എൻ്റെ അടുത്ത് പറഞ്ഞത് അയാളുടെ കമ്പനിയിലേക്ക് വിളിച്ചു നോക്കാനാണ്. അങ്ങനെ ഞാൻ ആ ഒരു മൊമെന്റിൽ തന്നെ അവരുടെ കമ്പനിയിലേക്ക് വിളിച്ചു നോക്കുന്നു. അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ഒരു വിവരം എന്ന് പറയുന്നത്, ഈ വ്യക്തി എത്രയോ മാസങ്ങളായിട്ട് ആ ഒരു കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഞാനിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുകയാണ്. ഓൾമോസ്റ്റ് 1 വർഷത്തോളം ഈ വ്യക്തി ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾ പലപ്പോഴും ഒരുമിച്ചിട്ടായിരിക്കാം ഓഫീസിലേക്ക് ഇറങ്ങുന്നുണ്ടായിരിക്കുക. ഈ വ്യക്തി ഓഫീസിലേക്കുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങുന്നു. വൈകിട്ട് ഞാൻ നേരത്തെ തിരിച്ചെത്തുന്നു. ഈ വ്യക്തി ഞാൻ എത്തിയതിന് ശേഷം എത്തുന്നു. ഈ വ്യക്തിക്കുള്ള ലഞ്ച് ബോക്സ് വരെ ഞാൻ ഓഫീസിലേക്ക് പാക്ക് ചെയ്ത് കൊടുക്കുന്നു. ഞാൻ നേരെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇയാൾ വീട്ടിലുണ്ട്. ഞാൻ ചോദിച്ചു, ഓഫീസിൽ പോയില്ലേ ചോദിച്ചു. ഇല്ല, ഞാൻ ഇന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കംപ്ലീറ്റ്ലി ബ്ലാസ്റ്റ് ആവുമായിരുന്നു. എൻ്റെ ദേഷ്യം, കാരണം അതോട് കൂടിയിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആക്കാന്നുള്ള ഒരു രീതിയിലായിരുന്നു ഞാൻ ആക്ച്വലി വരുന്നത്. ഞാൻ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് സംസാരിക്കാനും പ്രിപ്പയർഡ് ആയിട്ടായിരുന്നു ആ ഒരു മൊമെന്റിൽ ഞാൻ ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ വ്യക്തി വളരെ ഇമോഷണൽ ആവുന്നു. വീട്ടുകാരുടെ അടുത്ത് സംസാരിക്കരുതെന്ന് പറയുന്നു. നിനക്ക് വിഷമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്റെ അടുത്ത് പറയാതിരിക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലുള്ള തോട്ട്സ് എന്ന് പറയുന്നത്, എനിക്ക് വിഷമുണ്ടാക്കുന്ന ഒരു കാര്യം ഒരു പ്രാവശ്യമല്ല, എത്രയോ പ്രാവശ്യം ആ വ്യക്തി വീണ്ടും ചെയ്തിട്ടുണ്ട്. ആ ഒരു വാക്കുകൾ എനിക്ക് കൺവിൻസ് ആയിരുന്നില്ല. എന്തിനാണ് റിസൈൻ ചെയ്തത് എന്ന ചോദ്യത്തിന് അയാൾ പറഞ്ഞത്, ആൾക്കൊരു ഫൈനാൻഷ്യൽ ചീറ്റ് ഉണ്ടായി, ആളെ ഓഫീസിൽ ഒരാൾ ഫൈനാൻഷ്യലി ചീറ്റ് ചെയ്തു, 1.5 ലക്ഷത്തിന്റെ ചീറ്റ് ഉണ്ടായി, അതുകൊണ്ടാണ് ഓഫീസിൽ നിന്ന് റിസൈൻ ചെയ്തതെന്ന് പറയുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്, ഡോണ്ട് ട്രസ്റ്റ്, ഇത് റിയൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി അല്ല എന്നുള്ളത്. പക്ഷേ ആ ഒരു റിയാലിറ്റിയിൽ നിൽക്കുന്ന സമയത്തും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്തും എനിക്ക് എന്താ വിശ്വസിക്കേണ്ടത്, എനിക്ക് ആരുടെ അടുത്താണ് പറയേണ്ടത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊന്നും ചിന്തിക്കാനുള്ള ടൈമും ഉണ്ടാവുന്നില്ല. കാരണം അപ്പോഴേക്കും ഹൗസ് ഓണർ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. എനിക്ക് വലിയൊരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി അവിടെ ഉണ്ടാവുകയാണ്. കാരണം പിന്നീട് ഹൗസ് ഓണർ ഈ വ്യക്തിയായിട്ട് സംസാരിക്കുന്നില്ല. ഞങ്ങൾക്ക് ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വരികയാണ്. പിന്നെയും 3 വർഷത്തോളം ഞാൻ ആ ഒരു റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്തു. ഇതിനേക്കാളും വളരെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ, വളരെ ഒരു സസ്പെൻസ് ത്രില്ലർ ആയിട്ടാണ് ആ വ്യക്തി എന്നെ ആ ഒരു ലൈഫിലൂടെ കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് റീഅഷ്വറൻസ് വേണമായിരുന്നു. എനിക്കിതൊന്ന് പുറത്തേക്ക് വരണം. കാരണം എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഇന്നത്തെ പോലെയല്ല ഞാൻ അന്ന്, വളരെ യങ് ആണ്. എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് അറിയുന്നില്ല. ആൻഡ് സ്ലോലി ഞാൻ പിന്നീട് ആ വ്യക്തിയിലേക്ക് ഫോക്കസ് ചെയ്യാതായി. ഞാൻ തന്നെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ആളുടെ അടുത്ത് ചോദിക്കുക പോലുമില്ല. കാരണം ചോദിച്ചാൽ പിന്നീട് അത് വലിയൊരു വഴക്കാവാണ്. ആൾ കണ്ടറിഞ്ഞിട്ടൊന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല. പലപ്പോഴും ആളുണ്ടാക്കി വെക്കുന്ന റെസ്പോൺസിബിലിറ്റി പോലും, അയാൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പോലും ഞാൻ ഡീൽ ചെയ്യേണ്ട അവസ്ഥ വരികയാണ്. മറ്റുള്ള ആളുകളുടെ മുന്നിൽ വളരെ സെൽഫ് റെസ്പെക്ട് ഇല്ലാതായിട്ട് നിൽക്കേണ്ട സിറ്റുവേഷൻസ് ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഉണ്ടാവുകയാണ്. ആ ഒരു ഇനീഷ്യൽ ടൈമിൽ എൻ്റെ സാലറി കൊണ്ട് എനിക്ക് ആ ഒരു എൻറ്റയർ ഫാമിലി മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. സോ പലപ്പോഴും എനിക്ക് എക്സ്ട്രാ ക്യാഷ് അവിടുന്ന് ഇവിടുന്നൊക്കെ അറേഞ്ച് ചെയ്ത് വരേണ്ടി വന്നു. പലപ്പോഴും എനിക്ക് എൻ്റെ PF തന്നെ പല തവണ എനിക്ക് 1 ലക്ഷത്തോളം എമൗണ്ട് എടുക്കേണ്ടി വന്നു. അങ്ങനെ എൻ്റെ ഒരു ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടി വരികയാണ്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരികയാണ്. എനിക്ക് ആ ഒരു സമയത്ത് അറിയുന്നില്ല ഈ ഒരു കാര്യങ്ങളൊക്കെ ഒരു ഡിപ്രഷൻ്റെ ഒരു സ്റ്റേജ് ആണെന്നുള്ളത്. ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കുന്നില്ല. എനിക്ക് എക്സ്ട്രീം ആയിട്ടുള്ളൊരു ദേഷ്യം വരികയാണ്. ഒരു ഭദ്രകാളിനെ മാതിരി ആവുകയാണ്. ബോഡി മൊത്തം ഷിവറിയാണ് ദേഷ്യം വന്നിട്ട്. പലപ്പോഴും ഞാൻ എൻ്റെ ആ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള മൊമെന്റിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുടെ ഫോട്ടോ വരെ ഞാൻ എടുത്ത് വലിച്ചെറിയായിരുന്നു. എനിക്കറിയാം അത് ഞാൻ ചെയ്യുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അവർക്ക് എൻ്റെ സിറ്റുവേഷൻ ഡെഫിനറ്റ്ലി മനസ്സിലാവും. ആൻഡ് സ്ലോലി ഞാൻ എന്നെ സന്തോഷിപ്പിക്കാൻ ആ ഒരു സമയത്താണ് ഞാൻ എൻ്റെ ഉള്ളിലെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മോട്ടിവേറ്റർ കാണുന്നത്, സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫ്രണ്ടിനെ ഞാൻ കാണുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് അങ്ങനെ ഫെയിൽ ആയിട്ടോ ഡൗൺ ആയിട്ടോ നിൽക്കാൻ എന്നെ തന്നെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ലായിരുന്നു. എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് ആ ഒരു സെൽഫ് സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ടായിരുന്നു. ആൻഡ് സ്ലോലി ഈ ഒരു കാര്യത്തിലേക്ക് അയാളിലേക്ക് ഞാൻ വലിയൊരു ഫോക്കസ് കൊടുക്കുന്നില്ല. ഞാൻ എൻ്റെതായിട്ടുള്ള റൂമിൽ എൻ്റെ സന്തോഷം ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഹാപ്പിനെസ്സിലേക്ക് ഞാൻ വരാൻ തുടങ്ങി. ആൻഡ് പതുക്കെ എനിക്കൊരു കോൺഫിഡൻസ് വരാൻ തുടങ്ങി എന്താണ് ഞാൻ ചെയ്യേണ്ടത്. കാരണം ഈ ഒരു സിറ്റുവേഷൻ ഡെഫിനറ്റ്ലി ചേഞ്ച് ആവില്ല. കാരണം ഒരുപാട് അവസരങ്ങൾ ഞാൻ ഈ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ മനസ്സ് പറയുന്നത് ആ ഒരു സിറ്റുവേഷന് പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ഒരു തീരുമാനമെടുത്ത് അവരുടെ
പാരൻസിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്, അവരുടെ അച്ഛൻ്റെയും അമ്മേൻ്റെയും ബ്രദറിൻ്റെയും അടുത്ത് സംസാരിക്കുകയാണ്, എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വരികയാണ്, അയാൾക്കൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് പറയുന്നു. ആൻഡ് പിന്നെയും കുറച്ചുകൂടെ മാസങ്ങൾ കഴിയാണ്, പ്രത്യേകിച്ച് യാതൊരു മാറ്റവും അവരുടെ പാരൻസിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഫൈനലി കുറേയൊക്കെ ഞാൻ മാനസികമായിട്ട് പ്രിപ്പയർഡ് ആവുന്നുണ്ടായിരുന്നു. വളരെ ഒരു സമാധാനമായിട്ട് ഇരിക്കുന്ന ഒരു ദിവസം ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ച് പറയാണ്, ഞാനിങ്ങനെ എൻ്റെ സിറ്റുവേഷൻസ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ വളരെ കൂളായിട്ട് കാമായിട്ട് എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് സംസാരിക്കാനാണ് വിളിച്ചത്. പക്ഷേ സംഭവിച്ചത് കംപ്ലീറ്റ്ലി എൻ്റെ ഉള്ളിൽ ആ ഒരു സങ്കടം മൊത്തമാണ് പുറത്തേക്ക് വരുന്നത്. എനിക്ക് സങ്കടം വന്നിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ ഏങ്ങി കരഞ്ഞിട്ട് എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. എന്നെ ഒരിക്കലും എൻ്റെ ബ്രദർ ആ ഒരു സ്റ്റേജിൽ കണ്ടിട്ടില്ല. അത് കൊറോണ ടൈം ആയിരുന്നു. അവനും പാനിക്കായിപ്പോയി എൻ്റെ സിറ്റുവേഷൻ കണ്ട സമയത്ത്. അവനും എൻ്റെ അടുത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. അന്ന് രാത്രി അവൻ വീട്ടിലേക്ക് പോയി അമ്മയുടെ അടുത്ത് ഈ ഒരു കാര്യങ്ങൾ പറയുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് അമ്മ എൻ്റെ അടുത്ത് വിളിച്ച് സംസാരിക്കുന്നു. ഞാനൊരു തീരുമാനം എടുത്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് പറയുന്നത്. പിന്നീട് അവിടെ എനിക്ക് വീണ്ടും ഒരു ചാൻസോ വീണ്ടും ഒരു റീതിങ്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ എപ്പോഴും ആ ഒരു ഫാമിലിയിൽ പറയുന്നുണ്ടായിരുന്നത്, അവരുടെ പാരൻസിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും അയാളുടെ അടുത്തും പറയുന്നത്, ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് പറയുള്ളൂ. പിന്നീട് ഞാൻ ഒരിക്കലും ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരില്ല. കാരണം നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയാണെന്ന് ഒരു ടൈമിൽ പറയുന്ന സമയത്ത് പിന്നീട് അയാൾ നന്നായി പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴും അവരുടെ മനസ്സിൽ എപ്പോഴും എൻ്റെ മകളെ ഇയാൾ ഇങ്ങനെയാണെന്നല്ലോ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അവരുടെ ഒരു മനസ്സിലുണ്ടാവും. സോ എൻ്റെ ഹസ്ബൻഡിനെ ആ ഒരു ലെവലിൽ കൊണ്ടുവെക്കാൻ എനിക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ 1-2 ദിവസം കഴിഞ്ഞ സമയത്ത് എൻ്റെ അച്ഛൻ എന്നെ വിളിക്കുകയാണ്. എൻ്റെ അച്ഛൻ ഇതിനെ പറ്റിയിട്ടൊന്നും ചോദിക്കുന്നില്ല, എന്താണ് കാര്യം, ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടൊന്നും ചോദിക്കുന്നില്ല. അച്ഛൻ എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം, നീ ഇത്ര കാലം ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നില്ലേ, ഇത്ര കാലം അവന് അവസരം കൊടുത്തില്ലേ, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്, അത് വർക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് പുറത്തേക്ക് വാ, ജീവിതം ഒന്നേ ഉള്ളൂ, അവിടെ സന്തോഷം ഉണ്ടാവണം എന്നുള്ളത് എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. എൻ്റെ അവസ്ഥേനെ പറ്റിയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. എന്നെ എക്സ്പ്ലെയിൻ ചെയ്യാതെ ഒരാൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അച്ഛനായിരുന്നു. ഈ വീഡിയോ കാണുന്ന എൻ്റെ പാരൻസ് ഉൾപ്പെടെ എല്ലാ അച്ഛനമ്മമാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെടുത്ത് എത്ര സ്നേഹം ഉണ്ടെങ്കിലും വാത്സല്യം ഉണ്ടെങ്കിലും ഒരു ഏജ് കഴിയുന്ന സമയത്ത് അവരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ പഠിപ്പിക്കുക. അങ്ങനെ 2020 ഞാൻ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് വരാൻ പ്ലാൻ ചെയ്യാണ്. ആൻഡ് സ്ലോലി ഞാൻ എന്നിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ പാഷൻ, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, എനിക്ക് മനസ്സമാധാനം ഉണ്ടാവുകയാണ്. ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് എനിക്ക് മനസ്സിന് ഒരുപാട് എനിക്ക് ഇഷ്ടമുള്ള കാര്യത്തിലേക്കൊക്കെ കണക്ട് ചെയ്യാൻ സാധിക്കുകയാണ്. ആൻഡ് സ്ലോലി ഞാൻ ക്ലാസ്സസ് എടുക്കാൻ തുടങ്ങി, ലൈഫ് കോച്ചിങ്ങിലേക്ക് വരാൻ തുടങ്ങി. ആൻഡ് ആ ഒരു സമയത്താണ് ടാരോട്ട് റീഡിങ്ങിലേക്ക് കൂടുതൽ കിടക്കുന്നത്. കാരണം ടാരോട്ട് റീഡിങ് ഞാനൊരു പ്രൊഫഷനായിട്ട് എടുക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള ആളല്ല, അതിൻ്റെ ഒരു സൈക്കിക് എബിലിറ്റി ആയിരുന്നു. പക്ഷേ ആ ഒരു കാര്യം എൻ്റെ ഒരു അഡീഷണൽ ഇൻകം ആയിട്ട് എനിക്ക് വരാൻ തുടങ്ങി, എൻ്റെ ഒരു പ്രൊഫഷനായിട്ട് എനിക്ക് എടുക്കാൻ സാധിച്ചു. സ്ലോലി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. സോ ആ ഒരു സമയത്ത് എനിക്ക് കുറച്ചുകൂടെ വൈഡർ ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് എനിക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുകയാണ്. നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ഓരോ പ്രതിസന്ധി ഘട്ടം ഉണ്ടാവും. സോ അത് മനസ്സിലാവുന്ന സമയത്ത് അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെയാണല്ലോ, ഇനി ഇങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, ഇത് എൻ്റെ ഒരു വിധിയാണെന്ന് പറഞ്ഞിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാം, അതല്ല എന്തെങ്കിലും അതിന് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചരിത്രം വരെ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. നിങ്ങൾ ഈ ടോക്കിൻ്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി. ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരോട് പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത്. എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു. എങ്ങനെ ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു. എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ, ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ 1000-ലധികം സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് യുവർ ഫ്രീ ട്രയൽ ടുഡേ. ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.